Gonna cut this cake, and this is going to be the sweetest moment of today's celebration. Once again, ma'am, excuse me. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. Can you do the countdown? 3, 2, എവിടെ എണ്ണുന്നില്ലല്ലോ. 3, 2, 1 and here we go. ഞാൻ ഇവരായിട്ട് ആക്ച്വലി ഒരുപാട് നാളുകളായിട്ടുള്ള റിലേഷനാണ്. സാജിദയുടെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ലാലേട്ട എന്ന സോങ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും രസമായിരുന്നു. പ്രകാശൻ പറയുന്നത് വിമലും നീഹാലും ഞാനും കൂടി ചേർന്നിട്ടാണ് കൽബിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനായിരുന്നു. നീഹാല് 3 പാട്ടുകൾ, വിമല് 4 പാട്ടുകൾ, ബാക്കിയുള്ള പാട്ടുകൾ കുട്ടിപ്പാട്ടുകളൊക്കെ ഞാൻ ചെയ്തു. കൽബിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ ആ സമയം തൊട്ട്, അതായത് 2015, 2016 തൊട്ട് ഞാൻ ഈ സിനിമയുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സാജിദിന്റെ ഒരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് കുറേ കാലഘട്ടം എടുത്തു ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്താൻ. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവർ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആലോചിക്കായിരുന്നു, കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയാ, ഒരു അടുപ്പിച്ചൊരു 3-4 ദിവസം ഞാൻ കിടന്നുറങ്ങിയ ദിവസങ്ങളാണ് ഈ ദിവസം, എന്നിട്ട് 1 വർഷം മുമ്പ്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു പ്രോസസ്സായിരുന്നു കൽബ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു സിനിമയും. ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. എനിവേ, കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ സിനിമ എത്തിയതിൽ, ആളുകൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതിൽ, പാട്ടുകൾ ആൾക്കാർ കേട്ടു ഹിറ്റുകളായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഓൺലൈൻ മീഡിയാസ് പടത്തെ ഏറ്റെടുത്ത് ഒരു എന്താ പറയുക, വാനോളം ഉയർത്തി എന്ന് പറയാം. അത്രയും ഞങ്ങളുടെ ആദ്യത്തെ സിനിമയെ ഇത്രയും ഉയർത്തി മുകളിലേക്ക് എത്തിച്ചു. അതിന് ഒരു വലിയ താങ്ക് യു ഓൾ. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്രിസിയേഷൻ പോലെയാണ്. എപ്പോൾ ആ പേര് കേട്ടാലും എന്താ പറയുക, ഓരോ കമൻസിനകത്താണെങ്കിലും ഓരോ പോസ്റ്റിനകത്താണെങ്കിലും ഞാൻ എടുത്ത് നോക്കിടക്ക് അതിനകത്ത് കമൻറ്റിൽ ഗോളമുണ്ടോ. അപ്പോൾ ഈ 2024 ഒരുപാട് സിനിമകൾ ഇറങ്ങി. എനിക്ക് തോന്നുന്നു 230 സിനിമ എന്തോ ഇറങ്ങി. അതിനകത്ത് ഒരു 25 സിനിമയ്ക്കകത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു എന്താ പറയുക, വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 2024 ആദ്യം റിലീസ് ചെയ്ത സിനിമ ആട്ടമാണ് മലയാളത്തിൽ. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടി. അതിനുശേഷം എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിറങ്ങിയ സിനിമയായിരുന്നു ഗോളം. എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വർക്കായിരുന്നു ഗോളം. എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇന്ന്, ബാക്കിയുള്ളവർക്കൊന്നും എത്തിച്ചേരാൻ തരുന്നില്ല. പക്ഷേ വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു. പിന്നെ ഈ ഗോളത്തിൻ്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലല്ലായിരുന്നു ഗോളത്തിൻ്റെ. ബാക്കി സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ്, അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇരുന്ന് മിനിക്ക് ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാദിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്.